നമ്മുടെ പ്രേക്ഷകരുടെ ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാം. അതിനുശേഷം റിബലിലേക്ക് ഞാൻ മടങ്ങി വരാം. ഒന്ന് തുടരുക. അതിന് പറഞ്ഞ് ഇവര് മൂന്നുപേരും നിൽക്കേ, ചേച്ചി ഒരു കാര്യം ചെയ്യണം, ചെന്ന് സിയെ കാണണം, എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, എനിക്ക് ഈ പൈസക്ക് ഒരു അധികാരവും ഇല്ലെന്നുള്ള ഇതിലാണ് അവരെല്ലാവരും കൂടെ എൻ്റെ പുറത്ത് കയറിയിരിക്കുന്നത്. ആൻറ്റി ചേച്ചി ഒരു കാര്യം ചെയ്യണം, ഒരു കൂടെ സ്റ്റേഷനിൽ ചെന്ന് പറയണോ എന്നാൽ അവരെല്ലാവരും കേട്ട് അനി അത് വേണോ, അവർക്ക് കാല് വയ്യാതെ ഇരിക്കുകയില്ലേ, എങ്ങനെ പോയി എന്നാൽ ആട്ടയിൽ വരെ പൈസ കൊടുത്ത് ആട്ടക്കാരൻ്റെ കൊടുത്ത് എനിക്ക് പൈസയും കൊടുത്താണ് ആട്ടയിൽ എന്നെ കയറ്റി വിട്ടത്. ആ പയ്യെ ആരും അവനെ ഭീഷണിപ്പെടുത്തിയില്ല, അനിയെ ആരും ഭീഷണിപ്പെടുത്തിയില്ല, ഒന്നും ചെയ്തില്ല. ഞങ്ങളെ കാശിന് വേണ്ടിയ മോനെ ഞങ്ങളെന്ന് ചോദിച്ചത്. എന്റെ മരുമോന്റെ പേരിന് അവള് കൊണ്ടുവന്ന് കേസ് കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ കൊണ്ടുവന്ന് അവളെ പേരിന് കേസ് കൊടുത്തത്. എന്റെ മരുമോനെ ഇതിന്റെ ഇടയിൽ പിടിച്ചിടേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് വേണ്ടിയാണ് എന്റെ മരുമോൻ പൈസയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടത്, അല്ലാതെ വേറെ ഒന്നും ഒരു തെറ്റും ചെയ്തില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല, ഒന്നും ചെയ്തില്ല. അത് അവിടെ ഉള്ള സംഘക്കാർ അവര് 8-9 പേരുണ്ടെന്ന് ഈ ബാങ്കിൽ ഗിരിവ് മാറി എന്റെ വീട്ടിൽ പൈസയ്ക്ക് വേണ്ടി പറയാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നതാണ്, അല്ലാതെ ഗിരി വേറെ ഒന്നിനുമില്ല. അതിന് വിളിച്ചോണ്ട് വന്നത് പറയാൻ ഇത്ര ദിവസത്തിനകത്ത് തരാം എന്നുള്ളത് അനിയും കൂടെയാണ് വിളിച്ചോണ്ട് വന്നത്, അല്ലാതെ അവര് ഒരു തെറ്റുപാറുമല്ല, ഒരു ഭീഷണിപ്പെടുത്തിയില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനത്തെ പയ്യനല്ല ആ പയ്യൻ. അയ്യോ, നല്ല മര്യാദയുള്ള ഒരു പയ്യനാണ്. അങ്ങനത്തെ ഒരു ഇച്ചി പോകുന്നൊരു വാക്ക് അനിയ പറഞ്ഞിട്ടില്ല. അനിയ പറയേണ്ട ആവശ്യമില്ല. അനിച്ചേട്ടാ എന്നാണ് ആ പയ്യൻ വിളിച്ചത്, പോലീസുകാർ. അല്ല, ഇല്ലാത്തത് അത് ഇത്രയും ഉണ്ടാക്കുന്ന ആ ലേഡിയാണ്. കുറച്ച് പൈസയെങ്കിലും എനിക്ക് കൊണ്ട് തരാൻ വേണ്ടി പറഞ്ഞതാണ് ചികിത്സയ്ക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും കൊണ്ടുപോയാൽ പറ്റൂല, ചിത്രയിലാണ് കൊണ്ട് കാണിക്കാൻ, നരമ്പിന്റെ ഓർമ്മ പെശവ്. ഇപ്പൊ പറഞ്ഞാൽ പിന്നെ അത് മറന്നു പോകും. അങ്ങനത്തെ ഓർമ്മ പെശവിലാണ് 38 ദിവസം വരെ ICUയിൽ കിടന്ന ആളാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ എന്തു പറയുന്നു? നിങ്ങൾ പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നായി തെളിവുകൾ സഹിതം പുറത്തേക്ക് വരികയാണ്, സത്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ആക്ഷേപിച്ച് വിട്ടതെന്ന് മലയാളി ഒരിക്കൽ കൂടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണിയറിയാവുന്ന മാധ്യമപ്രവർത്തകർ തുനിഞ്ഞിറങ്ങിയാൽ പലതും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് താങ്കൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഒരിക്കൽ കൂടി നിർഭൻ എന്നോടൊപ്പം ചേരുകയാണ്. നിർഭൻ, ഇത് ഈ തിരുമല അനിൽ മരിക്കുന്നതിന് എത്ര ദിവസം മുൻപ് പുറത്തു വന്ന അല്ലെങ്കിൽ നടന്ന സംഭാഷണമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? മനു, അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണ്. പൂർണ്ണ വിശദാംശങ്ങളും വ്യക്തമായ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത്. 10 ദിവസം മുമ്പ്, അതായത് അനിലിൻ്റെ മരണത്തിന് കാരണമാകുന്ന സാമ്പത്തിക ബാധ്യതയിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വത്സലയുടെ കൊടുക്കാനുള്ള തുകയെ സംബന്ധിച്ച സമ്മർദ്ദം. ആ സമ്മർദ്ദത്തിന് കാരണം അനിൽകുമാറിന് കൂടി വ്യക്തമാണ്. കാരണം ഇവരുടെ ഭർത്താവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവർ വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയിൽ ആണ് എന്നും ഇവർക്ക് കടം വാങ്ങിയും വായ്പയെടുത്തുമാണ് പലതരത്തിലുള്ള തുക സമാഹരിച്ചാണ് മരുമകൻ ഈ പണം നൽകിയതെന്നും ഒരു തരത്തിൽ നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് വത്സല കടന്നു പോകുന്നത് എന്ന കാര്യം അനിൽകുമാറിന് അറിയാമായിരുന്നു. ആ വിവരം അനിൽകുമാർ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നീലിമ കുറുപ്പിനും ഒപ്പം തന്നെ മറ്റ് ബോർഡ് അംഗങ്ങളെയും അറിയിച്ചു, BJPയുടെ ലീഡർഷിപ്പിനെയും അറിയിച്ചു. ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാകാതെ വന്നപ്പോഴാണ് നമ്മൾ രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ തന്നെയുള്ള BJPയുടെ പ്രധാനപ്പെട്ട ഒരു വനിതാ കൗൺസിലർ വായ്പയെടുത്തിട്ട് നിരവധി തുക ലക്ഷങ്ങൾ നൽകാനുണ്ട്. ആ സ്ത്രീയോട് ഈ ആത്മഹത്യക്ക് തലേ ദിവസം തന്നെ ഈ പണം നൽകുന്നതിന് വേണ്ടി കുറച്ച് തുകയെങ്കിലും നൽകണം, അതുകൊണ്ട് തനിക്ക് മറ്റ് നിർവാഹവുമില്ല, അവർ പ്രതിഷേധവുമായി വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തനിക്ക് മാനഹാനി നേരിടുന്ന അവസ്ഥയാണ്, തന്നെ കൈവിടരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മേഖലാ പ്രസിഡന്റിനോടും ഒപ്പം തന്നെ ഈ വനിതാ കൗൺസിലിനോടും അനിൽകുമാർ അപേക്ഷപൂർവ്വം ഏറ്റവും ദയനീയമായി യാചിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 പേരും അനിൽകുമാറിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ഈ വനിതാ കൗൺസിലറുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വനിതാ കൗൺസിലറിനെ പൊതുപ്രവർത്തന രംഗത്തേക്ക് സജീവമാക്കുന്നതും ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വനിതാ കൗൺസിലറാണോ സമീപകാലത്ത് BJPയിൽ ചില ആക്ഷേപങ്ങൾ കേട്ടത് അഴിമതി നടത്തിയെന്നതുമായി ബന്ധപ്പെട്ട് സംശയത്തിന് പേര് ചോദിച്ചതാണ്? തീർച്ചയായും നമ്മൾ ഇത് സംബന്ധിച്ച് വ്യക്തമായി ഈ വനിതാ കൗൺസിലറുടെ പേരെടുത്ത് ഈ ഘട്ടത്തിൽ പറയാത്തത് ഇത് സംബന്ധിച്ച രേഖകൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്.
ഈ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഏറ്റവും മുന്നിൽ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളൊക്കെ പോയപ്പോൾ അനിലേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ വിഷമമൊക്കെ പങ്കുവെച്ച് ഏറ്റവും മുൻനിരയിലൊക്കെ തന്നെ അത് സംബന്ധിച്ച ഈ സംസ്കാര ചടങ്ങിലൊക്കെ ഈ കൗൺസിലർ ഉണ്ടായിരുന്നു. അത് BJP നേതാക്കൾ തന്നെ വ്യക്തിപരമായി നമ്മളോട് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ മുന്നിൽ നിന്ന് രക്ഷിക്കേണ്ട ഘട്ടത്തിൽ രക്ഷിക്കാത്തവരാണ് അവസാനം മരിച്ച ശേഷം വിതുമ്പുന്ന മുഖവുമായി മൃതദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്ന തരത്തിലെ വിമർശനം BJPക്ക് അകത്ത് തന്നെയുണ്ട്. ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാണ്. ഒപ്പം തന്നെ അവരെടുത്ത തുക സംബന്ധിച്ചും രേഖകൾ സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം പോലീസ് അന്വേഷണത്തിൽ അത് വ്യക്തമാവും. കാരണം കഴിഞ്ഞ ദിവസം ഈ മരണം നടന്ന ദിവസം തന്നെ ഈ രേഖകൾ ഒക്കെയായി ഈ സൊസൈറ്റിയുടെ ഈ സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി ആ രേഖകൾ അവിടെ നിന്ന് മാറ്റിയെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും BJPയുടെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അനിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോൾ BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പ് നേരിട്ട് തന്നെ നിഷേധിച്ചതും അവർ പറഞ്ഞ വാദവും പൂർണ്ണമായി പൊളിയുകയാണ്. അദ്ദേഹത്തിന് നേരിട്ട് നിന്ന് ഉപദേശം നൽകിയ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ കൈമാറിയതെന്നതാണ്. പക്ഷേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കാര്യങ്ങൾ മനസ്സിലാകാതെയാണോ ഇത്തരം കാര്യങ്ങൾ നിഷേധിച്ചത് എന്ന കാര്യം ഇനി അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. മനു, തീർച്ചയായും ആ മറുപടി അദ്ദേഹം പറയുമോ എന്ന് നമുക്കൊന്ന് കാത്തിരിക്കാൻ നിർബൻ. ഏതായാലും ഞങ്ങൾ ചോദ്യങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരൻ, താങ്കൾക്ക് മറുപടി ഉണ്ടാകുമോ? ഒന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല കേട്ടോ, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. മറുപടി ഉണ്ടാകുമോ എന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. അതിൽ രസകരമായൊരു കാര്യം, ഈ വാർത്ത കൊള്ളേണ്ടയിടത്ത് കൊണ്ടുവന്ന് കമന്റ് ബോക്സിലേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അമ്മാതിരി പ്രകടനമാണ് കമന്റ് ബോക്സിൽ നടക്കുന്നത്. അപ്പോൾ കുരുപൊട്ടി ഒലിക്കത്തേ ഉള്ളൂ കേട്ടോ. ഒരു കാര്യം ചെയ്താൽ മതി, അടുത്ത് മെഡിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ ചൊറിച്ചിലിനുള്ള മരുന്ന് കിട്ടും, മേടിച്ച് വാങ്ങി പുരട്ടിയാൽ മതി. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഏതായാലും എനിക്കത് ഇഷ്ടപ്പെടുന്നുണ്ട് കമന്റ് ബോക്സിലെ ചിലരുടെയൊക്കെ കമന്റുകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏതായാലും ഇതാ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ മാർച്ച്? പരാതിക്കാരി തന്നെ പറയുന്നുണ്ട്, പോലീസ് ഒരു തരത്തിലും മോശമായി ഇടപെട്ടിട്ടില്ല, ഏറ്റവും സ്നേഹത്തോടെയാണ് അനിലിനോട് സംസാരിച്ചത്, മറ്റൊരു ഇടപെടലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. പിന്നെ എന്തിൻ്റെ പേരിലായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദമുണ്ടായി എന്ന കള്ളം പറഞ്ഞത്, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്? അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പറയുന്നില്ലല്ലോ, പോലീസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അനിൽ അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെക്കുമായിരുന്നല്ലോ. പക്ഷേ പോലീസിനെ കുറിച്ച് ഒരു പരാമർശം പോലുമില്ല. അവിടെ തന്നെ വ്യക്തമല്ലേ BJPക്കാർ പറയുന്നത്, BJPയുടെ നേതൃത്വം പറയുന്നത് പച്ചക്കള്ളമാണെന്ന്. ഏതായാലും ഈ കള്ളങ്ങൾ പൊളിക്കുന്ന തെളിവുകൾ ഓരോന്നോരോന്നായി വരും ദിവസങ്ങളിലും വരും സമയങ്ങളിലും പുറത്തു വഴി പുറപ്പെട്ടവരെ